ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിക്വയർമെന്റ് ഓഫ് സ്റ്റാർട്ടിങ് റിക്വയർമെന്റ്സ് ഫോർ സ്റ്റാർട്ടിങ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ എഗെയിൻ ഇൻഡസ്ട്രിയൽ ഫാർമസി യൂണിറ്റ് 5 വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് റിക്വയർമെന്റ് ഓഫ് സ്റ്റാർട്ടിങ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ സാധാരണഗതിയിൽ അലോങ് വിത്ത് ദ plan location and plan layout and utility services, what are the other requirement which is required for starting and pharma industry? So there are 7 requirements like regulatory approval and license, then planned infrastructure and utilities, which we have already discussed along with the plan location and plan layout, then personal and organizational structure. So that is another important thing for which is required for starting and pharma industry. Then we require some kind of equipments as well as machineries. Then there are some documentation as well as quality system for starting pharmaceutical industry. Then we have to arrange some kind of warehousing as well as storage area for pharma industry. Then financial requirements. So let's see one by one. So first one is regulatory approval and licensing. So that is the first mandatory thing for starting and pharma industry. കുറേയധികം റെഗുലേറ്ററി റിക്വയർമെന്റ്സുകൾ നമുക്ക് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ അപ്രൂവലുകൾ കിട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് അടുത്ത പ്രൊസീജിയറിലോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ജസ്റ്റ് ലൈക്ക് ഡ്രഗ് മാനുഫാക്ചറിങ് ലൈസൻസ്. അപ്പോൾ ഡ്രഗ് മാനുഫാക്ചറിങ് ലൈസൻസ് നമ്മൾ എടുക്കേണ്ടത് CDSCO എന്നാണ്. ആ ഒരു ഏരിയ നമ്മൾ കാണിച്ചു കൊടുക്കണം. ആദ്യം ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് ഡ്രഗ് കൺട്രോൾ അതോറിറ്റിന്ന് CDSCOയുടെ സ്റ്റേറ്റ് കൺട്രോൾ ഡ്രഗ് അതോറിറ്റിന്ന് നമുക്ക് ഡ്രഗ് മാനുഫാക്ചറിങ് ലൈസൻസിനുള്ള അപ്രൂവൽ കിട്ടണം. ദെൻ വി ഹാവ് ടു കണ്ടക്ട് സം കൈൻഡ് ഓഫ് GMP ഓഡിറ്റ്, ഗുഡ് മാനുഫാക്ചറിങ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആർക്കാണോ നമ്മൾ ഏത് സിസ്റ്റം അല്ലെങ്കിൽ ഏത് റെഗുലേറ്ററി അതോറിറ്റിനെയാണോ നമ്മൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവരുടെ GMP സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള അതോറിറ്റിയുടെ GMP സർട്ടിഫിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. CDSCO ആണെങ്കിൽ CDSCOയുടെ കിട്ടണം. WHO ആണെങ്കിൽ WHO GMP സർട്ടിഫിക്കേഷൻ ഉള്ള പ്രൊസീജിയറുകൾ ചെയ്യണം. യൂറോപ്യൻ യൂണിയൻ്റെതാണെങ്കിൽ എവിടെയാണോ നമ്മളെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് കൺട്രിയിലാണോ ആ കൺട്രിയുടെ GMP റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുന്നതിനുള്ള GMP സർട്ടിഫിക്കറ്റ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ദെൻ പൊല്യൂഷൻ ക്ലിയറൻസ്, ദ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പൊല്യൂഷൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണം. ദെൻ ഫാക്ടറി രജിസ്ട്രേഷൻ, ഡയറക്ടറേറ്റ് ഓഫ് ഫാക്ടറീസ് ആസ് വെൽ ആസ് ബോയിലേഴ്സിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കിട്ടേണ്ടത്, അതിന്റെ ലൈസൻസിന്റെ അപ്രൂവൽ കിട്ടേണ്ടതുണ്ട്. ദെൻ ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കേഷൻ ഫ്രം ഫയർ ഡിപ്പാർട്ട്മെന്റ്, സ്റ്റേറ്റ് ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫിക്കറ്റ്, അപ്രൂവൽ സർട്ടിഫിക്കറ്റ് കിട്ടണം. ദെൻ സിൻസ് ഇറ്റ് ഈസ് ആൻ ഗുഡ്സ് ആൻഡ് സർവീസ് provider, we have to get the certificate or registration from the GST. Okay, goods and service tax portal ന് GST രജിസ്ട്രേഷനും കൂടി അപ്രൂവൽ കിട്ടുന്നുണ്ട്. So these are the some of the regulatory approval and license which is required for starting and pharma industry. And second one is of course the planned infrastructure and utility services, which we have already mentioned ആസ് എൻ സെപ്പറേറ്റ് ടോപ്പിക്സ്. എന്താണ് പ്ലാൻ ലൊക്കേഷൻ എന്നുള്ളതും എന്താണ് പ്ലാൻ ലേഔട്ട് എന്നുള്ളതും ഏതൊക്കെയാണ് ഡിഫറെന്റ് യൂട്ടിലിറ്റി സർവീസസ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ദർ വിൽ ബി ആൻ പ്രോപ്പർ ഡിസൈൻഡ് ബിൽഡിംഗ് പ്ലാൻ. ബിൽഡിംഗ് ഡിസൈൻ ഷുഡ് ബി ദർ വിച്ച് മസ്റ്റ് കംപ്ലൈൻ വിത്ത് ദ ഷെഡ്യൂൾ M ഗൈഡ് ലൈൻസ് ഓഫ് ദ D&C ആക്ട്. D&C ആക്ടിന്റെ ഷെഡ്യൂൾ M ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബിൽഡിംഗ് ഡിസൈൻ ഉണ്ടായിരിക്കണം. And there will be a segregate area for the production, quality control, storage as well as administration. അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ടായിരിക്കണം. Then we should have an utility services like water supply system ഉണ്ടായിരിക്കണം. Purified water, water for injection ഉള്ള സിസ്റ്റം ഉണ്ടായിരിക്കണം. Then we must have an HVAC system, heat, ventilation and air conditioning system, which maintain the air pressure differential, temperature and humidity. Then we should have an effluent treatment plan for managing the liquid as well as solid waste, and of course the power backup, uninterrupted power supply, diesel generator പോലെയുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ക്രിട്ടിക്കൽ എക്യുപ്മെന്റ്സിനൊക്കെ അതിന്റെ സപ്ലൈ കൊടുത്തിട്ടുണ്ടായിരിക്കും. And now third requirement is personal and organizational structure. അപ്പൊ ബിൽഡിംഗ് മാത്രം ഉണ്ടാക്കിയിട്ടാ പോരാ, അപ്രൂവൽ മാത്രം കിട്ടിയാൽ പോരാ, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസുകൾ ഉണ്ടായിരിക്കണം ആസ് പെർ ദ റൂൾ 71 and 76 ഓഫ് ദ D&C റൂൾ. D&Cയുടെ 71 and 76 റൂള് പ്രകാരമുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നിക്കൽ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്തതിനുള്ള ഡോക്യുമെന്റുകൾ ഉണ്ടായിരിക്കണം.
and there should be an quality assurance as well as quality control department with the qualified technician staff, and there should be a training program for GMP, hygiene, safety, and standard operating procedure. So that is the personal and organizational structure which is required for starting and pharma industry. And fourth one is equipment and machineries. So it may vary with the product of manufacturing. ഏത് പ്രൊഡക്റ്റ് ആണോ അവിടെ മാനുഫാക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഉള്ള എക്യുപ്മെന്റ്സുകൾ അവിടെ ഉണ്ടായിരിക്കണം. സോ ഓൾ ദീസ് എക്യുപ്മെന്റ് ഷുഡ് qualify for installation, operation as well as performance. ഈ മൂന്ന് ക്വാളിഫിക്കേഷൻസുകൾ പാസ്സായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അവിടെ യൂസ് ചെയ്യുന്ന എല്ലാ എക്യുപ്മെന്റ്സും ഇൻസ്റ്റാളേഷൻ ക്വാളിഫിക്കേഷൻ പാസ് ആയിട്ടുണ്ടായിരിക്കണം, ഓപ്പറേഷണൽ ക്വാളിഫിക്കേഷൻ പാസ് ആയിട്ടുണ്ടായിരിക്കണം, ആൻഡ് പെർഫോമൻസ് ക്വാളിഫിക്കേഷൻ പാസ് ആയിട്ടുണ്ടായിരിക്കണം. ആൻഡ് ആൾസോ there should be an maintenance of SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം മാത്രമാണ് ഈ പറയുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്ത് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. Then fifth one is documentation and quality system. So there should be an standard operating procedure for each operation. അത് എന്തും ആയിക്കോട്ടെ, വെയിറ്റ് എടുക്കുന്നതായിക്കോട്ടെ, ഡിസ്പെൻസ് ചെയ്യുന്നതായിക്കോട്ടെ, മിക്സിംഗ് ആയിക്കോട്ടെ. So whichever operation which is carried out in a manufacturing industry should be documented with an standard operating procedure. That is the first document which is required as an requirement for the starting of an pharma industry. And second one is batch manufacturing record. So usually in case of pharmaceutical industry, we used to produce the product with an as an batch of 10 lakh or 1 lakh അങ്ങനെയുള്ള ഒരു നമ്പർ ഓഫ് ഇത്ര സാധനത്തിന്റെ ബാച്ചുകളായിട്ടാണ് മാനുഫാക്ചർ ചെയ്യുക. സോ ആ ബാച്ച് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ആ ബാച്ചിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ് ഉണ്ടായിരിക്കണം. എത്ര ഗ്രാം ആണ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് എടുത്തത്, അതിന് എത്ര എക്സിപ്പിയന്റ്, ഓരോ എക്സിപ്പിയൻസുകൾ എടുത്തിട്ടുണ്ട്, അതിന്റെ എത്ര മിക്സിംഗ് ടൈം എത്രയായിരുന്നു, എത്ര സമയത്താണ് അത് ഹീറ്റ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ കൺട്രോൾസുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ആൻഡ് ഈ പറയുന്ന ബാച്ച് റെക്കോർഡിന് എന്തെങ്കിലും രീതിയിൽ ഡീവിയേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ദിസ് ഈസ് അവർ പ്ലാൻ. ഈ പറയുന്ന മാനുഫാക്ചറിങ് റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മളെ പ്ലാൻ ആണ്. ആ പ്ലാൻ പ്രകാരം നടക്കുന്ന സമയത്ത് there will be some change control or deviation. So it should be recorded as a corrective and preventive action system. അവിടെ എന്താണ് ചേഞ്ച് വന്നത് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യണം. ആ ചേഞ്ച് വന്ന സമയത്ത് അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്തു എന്നുള്ള കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സുകൾ അവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് ഓഡിറ്റ് റെഡിനെസ് ആൻഡ് ഡോക്യുമെന്റ് കൺട്രോൾ ആസ് പെർ ദ GMP റിക്വയർമെന്റ്. ഏത് സമയത്തും ആ ഒരു ഫേമിലുള്ള എല്ലാ ഡോക്യുമെന്റും ഓഡിറ്റിങ്ങിന് റെഡി ആയിട്ടുള്ള രീതിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് GMP റിക്വയർമെന്റ്സുകളൊക്കെ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ഡോക്യുമെന്റ് കൺട്രോൾ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ. And sixth one is warehousing as well as storage. So there should be a dedicated area for raw materials, finished good, quarantine stock and rejected material. So separate ആയിട്ട് ഈ പറയുന്ന സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സെപ്പറേറ്റ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ടായിരിക്കണം. And all this must follow the guidelines on temperature, humidity and material handling practices. ഓക്കെ. ഇപ്പൊ ഗുഡ് വിയർ ഹൗസ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞ ക്വാളിറ്റി അഷുറൻസിൽ നിങ്ങൾ ഒരു സാധനം പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും കാര്യങ്ങളും അതിന്റെ അകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ. ആൻഡ് ഫൈനലി ഫിനാൻഷ്യൽ റിക്വയർമെന്റ്. ഓഫ് കോഴ്സ് ഫോർ ആൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ദർ ഇസ് എ റിക്വയർമെന്റ് ഓഫ് ലാർജ് ക്യാപിറ്റൽ. ചെറിയ എമൗണ്ട് ഒന്നും പോരാ. അപ്പൊ അതിനനുസരിച്ചുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലാൻഡ്, കൺസ്ട്രക്ഷൻ, മെഷീനറീസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ സാലറി. ഇപ്പൊ സാധാരണഗതിയിൽ ഒരു സംഗതി നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്, റണ്ണിങ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളും ഉണ്ട്. ഇപ്പൊ ഈ ലാൻഡ് വാങ്ങുക, അതുപോലെ സ്ട്രക്ചർ ഉണ്ടാക്കുക, മെഷീനറി വാങ്ങുക എന്നൊക്കെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് ഓൾറെഡി കയ്യിലുണ്ടായിരിക്കണം. അതിനുശേഷം വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് സാലറി കൊടുക്കാനും, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനും, യൂട്ടിലിറ്റി സിസ്റ്റം മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ളത്, റെഗുലേറ്ററി ഫീസിനുള്ളത്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ required ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആണ്. ആൻഡ് there should be a proper budgeting for validation, audit and certification expenses. ഇപ്പൊ റെഗുലർ ആയിട്ട് ഈ പറയുന്ന പ്രോസസ്സിലൊക്കെ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും? വാലിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, സർട്ടിഫിക്കേഷൻ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിനൊക്കെയുള്ള റിക്വയർമെന്റിന് ആവശ്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ റിക്വയർമെന്റ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ. ആൻഡ് ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദ ഡിഫറെന്റ് റിക്വയർമെന്റ്സ് ഓഫ് other requirements for starting in pharmaceutical industry. So these are the some of the references for this session, and these are the questions. Discuss the plan location, layout and other requirements for starting the pharma industry. ഈ other requirements കളാണ് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.
along with the plan location and plan layout, they are asking some kind of other location. അപ്പൊ 10 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യന്റെ കൂടെ വരുന്ന ഒരു പോർഷൻ ആണ്. അതാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഓൾ ദീസ് ആർ ദ ഡിഫറെന്റ് റിക്വയർമെന്റ്സ് ഫോർ starting and pharma industry, regulatory and approval license, and plant infrastructure and utilities, personal and organizational structure, equipment and machinery, documentation and quality system, then warehousing and storage, and finally financial requirements. So these are the different requirements, other requirement for starting and pharma industry. So that's all about the requirement of starting pharma industry. So you can expect it as an sub question in some essay question. അല്ലാതെ സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട. അതർ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് പ്ലാൻ ലൊക്കേഷനും പ്ലാൻ ലേഔട്ടും യൂട്ടിലിറ്റി സർവീസും അല്ലാതെ വേറെ എന്തൊക്കെ റിക്വയർമെന്റുകളാണ് വേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സെഷൻ നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു.